മറ്റ് വാർത്തകളിലേക്ക് കടക്കുന്നു. കൊല്ലം കടക്കലിൽ സിപിഐയിൽ കൂട്ടരാജി. 1000-ഓളം പേർ പാർട്ടി വിട്ടു. സിപിഐയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതാണ് രാജിക്ക് കാരണമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. ജില്ലാ കൌൺസിൽ അംഗം JC അനിലിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി വിട്ടത്. കൊല്ലം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഗുരുതരമായ സംഘടനാപരമായ വിഭാഗീയതകളാണ് കടക്കൽ മണ്ഡലത്തിലെ 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും 48 ബ്രാഞ്ചുകളുടെ സെക്രട്ടറിമാരും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 9 അംഗങ്ങളും 800ഓളം പാർട്ടി അംഗങ്ങളും പാർട്ടി കുടുംബങ്ങളും ഉൾപ്പെടെയുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഹൃദയവേദനയോടുകൂടി രാജിവെക്കുന്നു. രാജിവെച്ചവർ ദീർഘകാലമായി പാർട്ടി പ്രവർത്തിക്കുന്നവരാണ്. 1972 പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച ശ്രീ സഖാവ് കണ്ണങ്കോട് സുധാകരൻ ദീർഘകാലം പാർട്ടിയിൽ പ്രവർത്തിച്ച് 40-45 വർഷം വരെ പാർട്ടിയിൽ പൂർണ്ണസമയ പ്രവർത്തകരായിട്ടുള്ള പി പ്രതാപനും EV ജയപാലും വി ബാബു അടക്കമുള്ള പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. വിനീഷ് വിവരങ്ങളുമായി ചേർന്നു. വിനീഷ്, 1000-ഓളം പേർ പാർട്ടി വിട്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാണോ? ഈ പാർട്ടി വിട്ടവർ ഇനി എങ്ങോട്ടാണ്? കൊല്ലം കടക്കലിലാണ് CPIയിൽ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. കൊല്ലം ജില്ലാ കൌൺസിൽ അംഗം JC അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പാർട്ടി വിട്ടത്. നമുക്ക് പറയാനുള്ളത് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലാണ് ഈ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 48 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 9 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരാണ് രാജിവെച്ചതായിട്ടുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ 700-ലധികം പാർട്ടി അംഗങ്ങളും രാജിവെച്ചെന്ന് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഇതിൽ ഈ ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് ഇവർ പാർട്ടി വിടാനുണ്ടായ ഒരു കാരണമെന്നാണ് രാജിവെച്ചവർ പറഞ്ഞത്. പത്രസമ്മേളനവും നടത്തിയിരുന്നു അവർ. MN സ്മാരക ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ കൌൺസിൽ അംഗം JC അനിലിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. കഴിഞ്ഞ പാർട്ടി തിരഞ്ഞെടുപ്പിൽ ഈ അനിലിനെ ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം നിരവധി വിമർശനങ്ങൾക്കെല്ലാം കാരണമായ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ പാർട്ടിയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ആരോപണവും ഇവരിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ ഒരു സമയം CPIയിൽ ഉണ്ടായിരിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഇടതുമുന്നണിക്ക് വലിയൊരു തലവേദനയാണ് ഭവ്യ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഉൾപാർട്ടി പ്രശ്നങ്ങൾ തന്നെയാണോ ഇത്തരത്തിൽ ഇവരുടെ എല്ലാവരെയും ഈ 1000-ഓളം പേരെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത്? ഒപ്പം മന്ത്രിയുടെ ഒരു ഇടപെടൽ, മന്ത്രി ചിഞ്ചുറാണിയുടെ ഇടപെടൽ ഇതിലുണ്ടായിരുന്നില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല. വരും സമയങ്ങളിൽ നമുക്കത് കിട്ടും. നമ്മൾ മന്ത്രിയെ വിളിച്ചിരുന്നു, പക്ഷെ ഫോൺ എടുത്തിരുന്നില്ല. എന്തായാലും ഈ അംഗങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഉൾപാർട്ടി പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരം പാർട്ടി വിടാൻ കാരണമാകുന്നത്. പാർട്ടിയിലുണ്ടായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അച്ചടക്ക നടപടികൾ അടക്കമുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ ജില്ലാ നേതൃത്വം ഇടപെട്ട് ഇത് രമ്യതയിൽ പരിഹരിക്കാനോ ഒന്നും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ പാർട്ടി വിടുന്നത് എന്നൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. ഭവ്യ. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരും. വടക്കൻ മധ്യ കേരളത്തിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കനത്ത മഴയിൽ ഇടുക്കിയിൽ മലവെള്ളപ്പാച്ചിലിൽ കുമളിയിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി. വെള്ളാരം കുന്നിൽ റോഡിൽ പതിച്ച മൺകൂനയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി. ബൈക്ക് യാത്രികൻ മരിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കിവിട്ടതോടെ പെരിയാറിന്റെ തീരമേഖലകളും ദുരിതത്തിലാണ്. പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി രാത്രി മുഴുവൻ നിർത്താതെ മഴ പെയ്യുകയാണ് ഇടുക്കിയിൽ. മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മലയോര ജനതയെ ദിനംപ്രതി ആശങ്കയിലാഴ്ത്തുന്നു. കുമളിയിൽ ശനിയാഴ്ച രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കടകളിലും വീടുകളിലും വെള്ളം കയറി.
ഒന്നാം മൈൽ, വലിയ കണ്ടം, മഹിമ റോഡ് തുടങ്ങിയ ഭാഗങ്ങളിലെ വീടുകളിലും കടകളിലുമാണ് വെള്ളം കയറിയത്. കുമളി ചെളിമടയ്ക്ക് സമീപം KK റോഡിൽ മരം കടപുഴകി വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി വെള്ളാരംകുന്നിൽ കനത്ത മഴയിൽ റോഡിലേക്ക് പതിച്ച മൺകൂനയിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രികൻ മരിച്ചു. പറപ്പള്ളി വീട്ടിൽ തങ്കച്ചനാണ് മരിച്ചത്. ഡാമുകൾ നിറഞ്ഞു കവിഞ്ഞു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 139.5 അടിയിലേക്ക് ഉയർന്നു. നിലവിൽ 13 സ്പിൽവേ ഷട്ടറുകളിലൂടെ 10,178 ക്യൂസെക്സ് വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. കല്ലാർ, ഇരട്ടയാർ, മലങ്കര ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൽ റെഡ് അലർട്ടാണ്. ന്യൂസ് 18 ഇടുക്കി. കനത്ത മഴയിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെള്ളക്കെട്ട്. റെയിൽവേ സ്റ്റേഷൻ നവീകരണം നടക്കുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോവാൻ ഇടമില്ലാതായി. ഇതോടെ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർ ദുരിതത്തിലാണ്. ഇന്നലെ രാത്രിയുണ്ടായ കനത്ത മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ശക്തമെന്ന് പറയുന്നത് കൊച്ചി നഗരത്തിൽ തന്നെയാണ്. ഇത് നമ്മളുള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരം ഏതാണ്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ടു എന്ന രീതിയിലേക്ക് തന്നെ ആണ് കാര്യങ്ങൾ. ഇതിന്റെ പ്രവേശന കവാടവും അതോടൊപ്പം തന്നെ ഇതിന്റെ ഇട റോഡുകളും എല്ലാം തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. യാത്രക്കാര് വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുകയാണ്. ഇവിടേക്ക് മറ്റു വാഹനങ്ങൾ വരാൻ തയ്യാറാകാത്തത്, അതായത് ടാക്സി വാഹനങ്ങൾ, ഓട്ടോറിക്ഷ അടക്കം പ്രവേശിക്കാൻ തയ്യാറാകാത്തത് വലിയ രീതിയിലേക്ക് ഇവർക്ക് ദുരിതമാകുന്നുണ്ട്. യാത്രക്കാർ, അകത്തുള്ള യാത്രക്കാർ എങ്ങനെയാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നത് പോലും അവർക്ക് അറിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. കാരണം ഇവിടെ എത്തുമ്പോൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഈ എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം നടക്കുകയാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനും ഈ നവീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ചുറ്റുപാടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഈ കനാലുകളുടെ അതിന്റെ ഒരു കണക്ടിവിറ്റി അടക്കം പല ഭാഗങ്ങളിലും ശരിയായിട്ടില്ല. അത് പരിഹരിക്കാനായിട്ടും അധികൃതർ ഇറങ്ങി വന്നിട്ടില്ല. അതാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ നോക്കുക. ഈ സ്ത്രീകളടക്കമുള്ളവർ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ മെട്രോ പില്ലറിന്റെ അതിന്റെ കീഴ്ഭാഗത്ത് അതിന്റെ തൂണിൽ പിടിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത്. വളരെ സാഹസികമായിട്ട് ഇവിടേക്ക് വരുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ അകത്തുനിന്ന് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ കമ്പിയിൽ പിടിച്ച് ഇവിടേക്ക് ഇറങ്ങി വീഴാനെല്ലാം തന്നെ വലിയ പാടാണ്. നോക്കുക, ഓരോരുത്തരും ഇവിടെ ഇറങ്ങി ആൾക്കാരെ, ഇവിടെ സ്ത്രീകളും അടക്കമുള്ളവരെ ഇവിടേക്ക് പിടിച്ച് താഴേക്ക് ഇറക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. കാരണം വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് യാത്രക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ വെള്ളക്കെട്ട് കാരണം പലപ്പോഴും ഓട്ടോറിക്ഷകളടക്കം അകത്തേക്ക് പോകുന്നില്ല എന്നൊരു പരാതിയും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തീർത്തും ആ ബുദ്ധിമുട്ടിലേക്ക് വളരെ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്, വെള്ളക്കെട്ട് മൂലം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവിടേക്ക് ഇറങ്ങുന്ന ആളുകൾ പലരും തന്നെയും എവിടെ നിന്ന് വരുന്നത്? നിങ്ങൾ എവിടെ നിന്ന് എത്തുന്നത്? ഏതായാലും പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ ആളുകൾ ഇവിടേക്ക് വളരെ സാഹസപ്പെട്ട ഇവിടേക്ക് വരുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ചേട്ടാ, എവിടെ നിന്ന് എത്തുന്നത്? വെള്ളത്തെക്കൂടെ ഇങ്ങനെ ഓടി വരുമായിരുന്നു. വെള്ളത്തെക്കൂടെ ഇങ്ങനെ നീന്തി വരുന്നതിന് തുല്യമായിട്ട് വരുമായിരുന്നു. ഒരു രക്ഷയില്ല. ചേച്ചി പെട്ടുപോയോ? വെള്ളത്തിനകത്തൂടെ കണ്ടാ അറിയാലോ, ഒന്നും പറയാനൊന്നുമില്ല. സത്യമാണ് പറഞ്ഞത്. കാരണം എന്ത് പറയാനാണ്? കാരണം ഇതേ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വരുന്ന വെള്ളക്കെട്ട് അടക്കം ഉള്ളതുകൊണ്ട് എങ്ങനെ ഇറങ്ങി ഇവിടെ ഇത് കടന്നു വരുന്നു എന്ന് അവർക്ക് പോലും നിശ്ചയമില്ല. പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് വരുന്നവരാണ്. വളരെ സമയബന്ധിതമായിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടവരാണ്. പക്ഷെ അവർക്ക് അവരൊരു യാത്ര തന്നെ മുഴുവനായിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നു. തൊട്ടടുത്ത മെട്രോ സ്റ്റേഷൻ എല്ലാം തന്നെയുണ്ട്. പക്ഷെ അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ പോലും ഈ ഒരു വെള്ളക്കെട്ടടക്കം കടന്നു വേണം അവർക്ക് അവിടേക്ക് വരാനായിട്ട്. പലരും പല ചടങ്ങുകൾക്ക് വേണ്ടി ഇവിടെ എത്തിയവരാണ്. പല ചടങ്ങുകളിലും പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് കുടുംബത്തോടൊപ്പം തന്നെ ഡ്രസ് ചെയ്ത് ഇവിടേക്ക് എല്ലാം തന്നെ വന്നവരാണ്. അപ്പോൾ അതിലേക്ക് പോകാനെല്ലാം ഈ വെള്ളക്കെട്ട് നീന്തി എത്തുമ്പോൾ അവർക്കുള്ള ഒരു സങ്കോചവും എല്ലാം തന്നെ അവർക്കുണ്ട്. ഇത് കടന്ന് മുന്നോട്ട് പോകേണ്ടതാണ് എന്ന്. അങ്ങനെ
സ്ത്രീകളും അതോടൊപ്പം തന്നെ കുട്ടികളും അടക്കമുള്ളവരാണ് ഇതിൽ കൂടുതലായിട്ട് തന്നെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ചേട്ടാ എവിടുന്നാ വരുന്നത്? തിരുവനന്തപുരത്ത്. ഇവിടെ വന്നപ്പോഴേക്കും അറിയില്ലായിരുന്നു, ഇവിടെ വരുമ്പോഴേക്കും വെള്ളക്കെട്ട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അതാണ് എന്തായാലും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കാഴ്ചകളാണ് കണ്ടത്. പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയൊരു സാഹചര്യമാണ്. യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ദുരിതത്തിലാണ് അവിടേക്ക് എത്തുന്ന ഓരോ യാത്രക്കാരുമുള്ളത്.